ഹായ് രാവിലെ വേഗം അമ്പതെണ്ണം ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിൻറ്റ് ഉള്ളി കഴിക്കാനെന്ന് അത് കഴിച്ചു. സൺഡേ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, പകരം നമുക്ക് ബ്രഞ്ചാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ മിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ചോറും ബീട്രൂട്ട് ഇച്ചിരിയും പയറുതോരനും ഉപ്പിലിട്ടോണ്ട് നെല്ലിക്കയും ബീൻസും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതും കുറച്ച് ചോറും കുറേ കറികളും കൂടെ എടുത്ത് വയറിറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പോകണ വഴിക്ക് ചേട്ടന്മാരുടെ വക തണ്ണീർപ്പന്തലിൽ നിന്ന് ഒരു ഗ്ലാസ് മോര് വിളങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചു. പിന്നെ നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്ക് ഉപ്പ് സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിട്ടതായിരുന്നു. പിന്നെ ഒരു ബർഗർ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദാഹമായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങി അപ്പം ഉപ്പ് സോഡ കുടിക്കണം, അത്രയും ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒരു ഉപ്പ് സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്രയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. ഹായ്, ഞാനത് വെള്ളം എൻ്റെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിൻ ഉള്ളി കഴിക്കേണ്ടെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും പയറോടെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിത് കഞ്ഞിയും പയർ കുടിക്കുന്ന ഫീലാണ് കേട്ടോ ഉണ്ടാവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിക്കുമ്പോൾ നല്ലോണം വയറൊക്കെ ഫില്ലാവാറുണ്ട് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ഫുഡുമാണ് താനും. പിന്നെ മാക്സിമം വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ചിയാ സീഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം അധികം വിശക്കോ ഇല്ലല്ലോ. ഇന്ന് 3 ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചോറും ബീട്രൂട്ട് കിച്ചടിയും തക്കാളി താളിച്ചത് സവാള ചമ്മന്തിയായിരുന്നു. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സോളം ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 10 നില ഓടിച്ചാടിയൊക്കെ അറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതവിടെ പോകണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നടക്കാൻ പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന 2 സാധനമാണല്ലോ, കപ്പലണ്ടി ബജി, അതൊക്കെ അത്യാവശ്യം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. മുഴുവൊന്നും കഴിച്ചില്ല, കുറച്ചിന് മേടിച്ചിട്ട് കുറച്ച് അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു. ഹായ്, രാവിലെ ഒരു വെള്ളം കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിൻറ്റ് ഗുളി കഴിക്കാണ്ടെന്ന് അത് കഴിച്ചു. രാവിലെ തന്നെ കുറച്ച് ക്യാരറ്റ് എടുത്ത് ജ്യൂസ് അടിച്ചിട്ടുള്ള ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വാട്ടർമെലനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് പുട്ടും കടലക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സോളം ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഉത്സവം പ്രമാണിച്ച് നമ്മൾ അമ്പലത്തിലൊക്കെ പോകണ കാരണം നടക്കാൻ പോകാനായിട്ട് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ദാഹിച്ചപ്പോഴത്തേക്കും ഉപ്പ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കപ്പോളം കുടിച്ചു. പിന്നെ കൊച്ചിന് ഓരോരുത്തർ ഭയങ്കരമായിട്ട് വിശന്നിട്ട്, അപ്പോൾ കുറച്ച് ചോറും പരിപ്പറിയും പപ്പടക്കറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് സാധാരണ കഴിക്കുന്ന ഐസ്ക്രീം, കപ്പലണ്ടി, ഉപ്പ് സോഡ, പിന്നെ ബജ്ജികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം ഒന്ന് വലിച്ചാൽ തിന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും കുറച്ച് തോണ്ടി വരെയൊക്കെ തിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ നമ്മൾ തിന്നല്ലോ, അതുകൊണ്ട് ചുമ്മാ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. ഹായ്, രാവിലെ വെള്ളം ഓടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്ക് പെയിൻ ഗുളി കഴിക്കാണ്ടായിരുന്നു, അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓട്സും പരിപ്പറോടും മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത്ര വിശപ്പില്ലാത്തതുകൊണ്ടാണ് ചിയാ സീഡ് മിക്സ് ചെയ്തില്ല, സാധാരണ വെള്ളമാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പുട്ടും പരിപ്പറിയും പപ്പടക്കറിയും കുറച്ച് സവാള ചമ്മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സോളം ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായി. ഇന്നും നടക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഉത്സവം പ്രമാണിച്ച് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കുവാണ്. പിന്നെ ഡിന്നറായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കൂടി കോൺ കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ കോൺ ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ തിന്ന് ഇന്നത്തെ ദിവസം കൂടെ തീർത്തു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. നാളെ കാണാം. ഹായ്, രാവിലെ ഒരു വയലിൽ തിളപ്പിച്ചായിട്ട് വെള്ളമാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളി കഴിക്കാണ്ടെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും പരിപ്പരോടെ മിക്സ് ചെയ്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വിശപ്പ് മാറാത്തതുകൊണ്ട് ഒരു മുട്ട പുഴുങ്ങിയെടുത്ത് പകുതി മുറിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയറ് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ടാട്ടോ ചോറുണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടെ പോയി തിന്നുന്നത് ഒരു ഇതാണ്, ഇഷ്ടമാണ്. അപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ ചോറും മീൻകറിയും മീൻവറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് വയറ് നിറച്ചു. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സോളം ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിച്ചാടി 10 നിലയൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി കഴിച്ചിട്ടാണ് കോൺ പുഴുങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് നാരങ്ങളും കൂടെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു. ഹായ്, രാവിലെ ഒരു വയലിൽ വെള്ളമാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളി കഴിക്കാണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസാണ് രാവിലെ തന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എക്സാം തുടങ്ങിയതുകൊണ്ട് വൈകിയ ഫുഡ് കഴിക്കാൻ പറ്റുള്ളായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിരുന്ന ഓട്സ് ആയിരുന്നു. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറും ഉള്ളി സാമ്പാറും കൂർക്ക തോരനും പിന്നെ മുട്ട വറുത്തതുമായിരുന്നു കേട്ടോ. മുട്ട ചിക്കി വറുത്തതായിരുന്നു, തക്കാളിയൊക്കെ ഇട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ്സോളം ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. 10 നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂര്യയുടെ ബർത്ത്ഡേയുടെ ചിലവായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ടെൻഡർ കോക്കനട്ട് ഷേക്കും ഒരു ലൈവ് ബർഗറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. ഹായ്, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് വെയിറ്റ് നമുക്ക് ലാസ്റ്റ് പറയാം അല്ലേ, എന്നാലല്ല അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ.
രാവിലെ വലിയ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കേണ്ടെന്ന് അത് കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസും കൂടെ കുടിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്സ് കളിക്കുന്നതാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറും ഉള്ളി സാമ്പാറും മുട്ട ചിക്കി വറുത്തതും കൂർക്കത്തോരനും കേട്ടോ കഴിച്ചിട്ടുണ്ട്. കൂർക്കത്തോരൻ എൻ്റെ ജീവനാണ്, നന്നാക്കാൻ മടിയാന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും ഞാൻ ഇടയ്ക്കുണ്ടായി കഴിക്കും കേട്ടോ. പിന്നെ ട്യൂഷന് പോയപ്പോൾ അവിടെ നിന്ന് 2 ഗ്ലാസ് ഉൾപ്പെടെ നാരങ്ങളും കുടിച്ചു. 10 നില ഓടിച്ചാടി ഇറങ്ങി. നമ്മൾ ഒരാഴ്ചയായി നടക്കാനൊക്കെ പോയിട്ട് അതിൻ്റെ ഇത് നമ്മുടെ വെയിറ്റിൽ കാണാനും ഉണ്ടെന്നേ. പിന്നെ ഇന്ന് സൂര്യയുടെ ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും ലൈവ് ബർഗറും കഴിച്ചിട്ടുണ്ടായിരുന്നു. നടക്കാൻ പോകാൻ വെയിറ്റ് കൂടി. കഴിഞ്ഞ ആഴ്ച 72,600 ഉണ്ടാവുള്ളൂ, ഇപ്രാവശ്യം 74,600 ആയിനേ. 81,900 തുടങ്ങി. എന്നാലും വലിയ മാറ്റില്ല, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ബൈ, സീ യു അടുത്ത ചെയ്യുന്ന കാണാവേ.